പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും ഒരു നിർണായക വഴിത്തിരിവിൽ എത്തിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ ലോകം മുഴുവൻ ശ്രദ്ധ തിരിക്കുന്ന ഒരു ദൃശ്യമാണ് ഇസ്ലാമാബാദിലേക്കുള്ള ആ വിമാനത്തിൽ നിന്നുള്ളത്. യുഎസുമായുള്ള ചർച്ചയ്ക്കായി ഇസ്ലാമാബാദിലേക്കുള്ള വിമാനയാത്രയിൽ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫിന്റെ വിമാനത്തിൽ കൂടെയുണ്ടായിരുന്നത് യുദ്ധത്തിൽ ആദ്യ ദിനം തന്നെ ജീവൻ പൊലിഞ്ഞ ആ കുരുന്നുകളുടെ ശേഷിപ്പുകളായിരുന്നു. സാധാരണ നയതന്ത്ര യാത്രകൾ കാണുന്ന സ്യൂട്ടുകളും ഫയലുകളും മാത്രമല്ല, ഈ യാത്രയിൽ ഉണ്ടായിരുന്നത് യുദ്ധത്തിന്റെ ക്രൂര സാക്ഷ്യങ്ങളായിരുന്നു. രക്തത്തിൽ കുതിർന്ന സ്കൂൾ ബാഗുകൾ, ചെറുകുട്ടികളുടെ ഷൂസുകൾ, വെളുത്ത പൂക്കൾ, കൂടാതെ മിനാബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങൾ. ഇതൊരു രാഷ്ട്രീയ സന്ദേശം മാത്രമല്ല, മനുഷ്യവേദനയുടെ ഉച്ചത്തിലുള്ള ആർത്തനാദമായിരുന്നു. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് നയിക്കുന്ന ഈ പ്രതിനിധി സംഘം അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകളായി പുറപ്പെട്ടപ്പോഴും അവർ തങ്ങളുടെ കൂടെ കൊണ്ടുപോയത് യുദ്ധത്തിന്റെ കണക്കുകളല്ല, മറിച്ച് അതിന്റെ മനുഷ്യവിലയാണ്. ഖാലിബാഫ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രവും അതിനോടൊപ്പം ചേർത്ത ഈ വിമാനത്തിലെ എൻ്റെ കുട്ടികൾ മിനാബ് 168 എന്ന കുറിപ്പും ഈ സന്ദേശത്തെ കൂടുതൽ ശക്തമാക്കുന്നു. ഈ കൂട്ടാളികൾ സാധാരണ പ്രതിനിധികളല്ല, യുദ്ധത്തിൽ ജീവൻ നഷ്ടമായ കുട്ടികളുടെ ഓർമ്മകളാണ്. മിനാബ് എന്ന ചെറിയ പട്ടണത്തിൽ നടന്ന ദുരന്തമാണ് ഈ മുഴുവൻ പ്രതീകാത്മക നീക്കത്തിന്റെ കേന്ദ്രം. ഫെബ്രുവരി 28 യുദ്ധത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ പെൺകുട്ടികളുടെ പ്രാഥമിക വിദ്യാലയമായ ഷാജറെ തയ്യിബെ സ്കൂൾ നേരിട്ട ആക്രമണത്തിൽ തകർന്നു വീണു. ഈ ആക്രമണത്തിൽ 160-ലധികം കുട്ടികൾ കൊല്ലപ്പെട്ടതായി ഇറാൻ ആരോപിക്കുന്നുണ്ട്. ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ ലോക മനസാക്ഷിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാനവിക ദുരന്തമായി ഇത് മാറി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പങ്കുവച്ച ആകാശ ദൃശ്യം, കുട്ടികൾക്കായി കൂട്ടക്കുഴിമാടങ്ങൾ കുഴിക്കുന്നതിന്റെ ചിത്രം എന്നിവയെല്ലാം ഈ ദുരന്തത്തിന്റെ ഭീകരതയെ തുറന്നു കാട്ടുന്നു. പകൽ വെളിച്ചത്തിൽ നിറഞ്ഞ ക്ലാസ് മുറികളിലിരുന്ന കുട്ടികളാണ് ലക്ഷ്യമാക്കിയിരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ യുദ്ധത്തിന്റെ ക്രൂരതയെ വ്യക്തമാക്കിയിരുന്നു. ഇതൊരു സാധാരണ സൈനിക പിഴവല്ല, മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇറാന്റെ നിലപാട് വ്യക്തമാണ്. ഈ ആക്രമണം നിരപരാധികളായ കുട്ടികളെ ലക്ഷ്യമിട്ടുള്ളതാണ്. എന്നാൽ അമേരിക്ക, പ്രത്യേകിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആരോപണങ്ങൾ നിരന്തരം നിഷേധിച്ചു വരുന്നു. ഇറാൻ തന്നെയാണ് ഇതിന് പിന്നിലെന്ന അദ്ദേഹത്തിന്റെ വാദം യുദ്ധകാലത്ത് പതിവായി കാണുന്ന പരസ്പര കുറ്റപ്പെടുത്തലുകളുടെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടോമഹോക്ക് മിസൈൽ ഉപയോഗിച്ച ആക്രമണത്തിൽ പിഴവുണ്ടായിരിക്കാമെന്നതാണ്. യുദ്ധത്തിന്റെ യാഥാർത്ഥ്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നതും അതുതന്നെയാണ്. എങ്കിലും ഇറാൻ ഈ സംഭവത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്നില്ല, മറിച്ച് മനുഷ്യവേദനയുടെ ഓർമ്മയായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇസ്ലാമാബാദിലേക്കുള്ള വിമാനത്തിന്റെ മുൻനിരയിൽ വെച്ചിരുന്ന ഈ അവശിഷ്ടങ്ങൾ ഒരു നിശബ്ദ പ്രതിഷേധമായിരുന്നു. യുദ്ധം അക്കങ്ങൾക്കിടയിൽ ഒതുങ്ങുന്നില്ല, അത് മനുഷ്യരുടെ ജീവിതങ്ങളാണ് തകർക്കുന്നത് എന്ന സന്ദേശമാണ് ഇതിലൂടെ അവർ നൽകുന്നത്. ഇസ്ലാമാബാദിൽ നടക്കുന്ന ഈ സമാധാന ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇറാൻ അവതരിപ്പിച്ച 10 പോയിന്റ് വെടിനിർത്തൽ നിർദ്ദേശം യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു വഴിതെളിവായി കണക്കാക്കപ്പെടുന്നു. ഖാലിബാഫിനൊപ്പം അരാക്ചിയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ഇറാൻ ഈ പ്രശ്നത്തെ ഗൗരവത്തോടെ സമീപിക്കുന്നുവെന്നതിന്റെ തെളിവാണ്. ഇറാൻ ഈ മുഴുവൻ സംഭവ വികാസങ്ങളിലൂടെയും ലോകത്തോട് പറയുന്നത് വളരെ ലളിതമായ ഒരു സത്യമാണ്. യുദ്ധം ഒരു രാഷ്ട്രീയ കളിയല്ല, അത് മനുഷ്യരുടെ ജീവിതങ്ങളെയും ഭാവിയെയും നശിപ്പിക്കുന്ന ഒരു ദുരന്തമാണ്. മിനാബിലെ കുട്ടികളുടെ രക്തം ആ വിമാനത്തിലെ ബാഗുകളും ഷൂസുകളുമായി മാറി ലോകത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ അതൊരു രാജ്യത്തിന്റെ വേദന മാത്രമല്ല, മനുഷ്യരാശിയുടെ പൊതുവായ ദുഃഖമാണ്. ഈ സംഭവത്തിൽ ഇറാന്റെ നിലപാട് മനുഷ്യാവകാശങ്ങളെ മുൻനിർത്തിയുള്ളതാണെന്ന് അവർ അവകാശപ്പെടുന്നു. യുദ്ധത്തിന്റെ ഇരകളെ മറക്കാതെ അവരുടെ ഓർമ്മകളെ നയതന്ത്ര വേദികളിലേക്ക് കൊണ്ടുപോകുന്ന ഈ സമീപനം ഒരു പുതിയ രീതിയിലുള്ള രാഷ്ട്രീയ സന്ദേശമാണ്. അത് ശക്തി പ്രകടനമല്ല, മനുഷ്യത്വത്തിന്റെ വിളിയാണ്. ഇസ്ലാമാബാദിലെ ഈ ചർച്ചകൾ വിജയിക്കുമോ എന്നത് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, മിനാബിലെ കുട്ടികളുടെ ഓർമ്മകൾ ഈ ചർച്ചകളിൽ ഒരു നിശബ്ദ ശക്തിയായി നിലകൊള്ളുന്നു. അവയുടെ സാന്നിധ്യം ഓരോ തീരുമാനത്തെയും ഓരോ വാക്കിനെയും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ സമീപിക്കാൻ നിർബന്ധിതമാക്കുന്നു. ഈ കഥ ഒരു യുദ്ധത്തിന്റെ രാഷ്ട്രീയ വിവരണം മാത്രമല്ല, ഇതൊരു രാജ്യത്തിന്റെ വേദനയും അതിനെ ലോകത്തോട് പങ്കുവയ്ക്കാനുള്ള ശ്രമവുമാണ്. മിനാബിലെ കുട്ടികൾ ഇനി ജീവിച്ചിട്ടില്ലെങ്കിലും അവരുടെ കഥകൾ ഇപ്പോഴും ലോകത്തെ മാറ്റാൻ ശക്തിയുള്ളവയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.